എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ആഫ്രിക്കയിൽ 90% ആളുകളും ബ്രാ യൂസ് ചെയ്യില്ല. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. സത്യമാണെന്ന്. ആഫ്രിക്കയിൽ 90% ആളുകളും ബ്രാ യൂസ് ചെയ്യില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവെ അങ്ങനെ ഒരു നാണം അങ്ങനെയുള്ള ഫീലിങ്സ് ഭയങ്കര കുറവാണ്. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇങ്ങനെ ഓരോ പല സ്ഥലത്ത് പോകുമ്പോൾ അവരിങ്ങനെ വസ്ത്രം ഇല്ലാതാകുന്നു. അവരവരുടെ ശരീരം മാത്രമായിട്ട് അത് കാണുന്നത്. അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. ഞാൻ വീട്ടിൽ ബ്രാ ഇടാൻ നടക്കുവാണെങ്കിൽ നാണമില്ലേ അളിയാ? എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. ആരെങ്കിലും വീട്ടിലേക്ക് പുറത്തുനിന്ന് കുറച്ച് മലയാളീസ് വരുവാണെങ്കിൽ ഉറപ്പായും ഞാൻ ആദ്യം പോയിട്ട് ബ്രാ എടുത്തിട്ടിട്ടാണ് വരിക. അതെന്തുകൊണ്ടാ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതും ചെയ്യുന്നതിന് അപ്പുറം ചെയ്യും. അതെന്തുകൊണ്ടാ? അവരെന്നെ നോക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. മനസ്സിലായോ? അല്ലെ അവര് വേറെ രീതിയിൽ അത് ചിന്തിക്കുന്നു. ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതായത് അപ്പൊ ഞാൻ എന്റെ കംഫർട്ടല്ല നോക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ ബോധർ ചെയ്യുന്നോണ്ടാണ് അത് ചെയ്യുന്നത്. കാരണം ഇവരിത് ഡെയിലി കാണുന്നതാണ്. ബ്രാ ഇടാതെ പലതരത്തിലും പല ഷേപ്പിലും. ഇതിന് അങ്ങനെയൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. ഈവൻ ഇപ്പോൾ കാണാം അങ്ങനെ നെറ്റ് പോലെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് അവര് ചെയ്യുന്നുണ്ട്. ഇത് കിട്ടാത്തതിന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ എങ്ങനെ ഉറങ്ങുമെന്തോ. അപ്പൊ എനിക്കാണെങ്കിൽ പോലും ഞാൻ അവിടെ നടക്കുന്ന സമയത്ത് പല സമയത്തും ഇല്ല. അതിനിപ്പം ബ്രേസർ ഇട്ടില്ലെങ്കിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അടിക്കാൻ എനിക്ക് നാളെക്കേടാ. ഇല്ല, പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായും ഞാൻ ബ്രൈഡാതെ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. വന്നു തീരെ കൾച്ചർ അല്ലാതായി. ബ്ലഡി കൺട്രി പീപ്പിൾ.